കേരളത്തിൽ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. ഇന്നു മുതൽ മറ്റന്നാൾ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവരങ്ങളുമായി ജ്യോതിഷ് ചേരുകയാണ്. ജ്യോതിഷ്, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഏതു തരത്തിലുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്? കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മുതൽ മറ്റന്നാൾ വരെ, മറ്റന്നാൾ വരെ 3 ദിവസത്തേന് ശക്തമായ ഇടിമിന്നലോടുകൂടിയുള്ള മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ മഴയുടെ ആരംഭഘട്ടത്തിൽ തന്നെ തുറസായ സ്ഥലത്തു നിന്നും അടച്ചുറപ്പുള്ള വീടുകളിലേക്കോ മറ്റ് സുരക്ഷിത താവളത്തിലേക്കോ മാറണമെന്നാണ് കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, തുറന്ന പ്രദേശത്ത് ഈ സമയത്ത് നിൽക്കാൻ പാടില്ല, മരത്തിൻ്റെ കീഴിലൊന്നും നിൽക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഈ വീടിനുള്ളിൽ തന്നെ ഡോറിൻ്റെ ഭാഗത്ത് ഒന്നും ആളുകൾ നിൽക്കാൻ പാടില്ല, സുരക്ഷിതമായുള്ള ഭാഗത്തേക്ക് മാറി നിൽക്കണം. അതുപോലെ തന്നെ റോഡിന് പുറത്തുള്ളവർ ഏതെങ്കിലും സുരക്ഷിതമായ വാഹനങ്ങളിലോ മറ്റുള്ള സുരക്ഷിതമായ സങ്കേതങ്ങളിലേക്കോ മാറി നിൽക്കണം. ഈ ഇടിയുടെ സമയത്ത് മാറി നിൽക്കണമെന്നാണ് പ്രധാനമായിട്ടുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ശക്തമായ മഴയ്ക്കും കാറ്റിനുമാണ് ഈ 3 ദിവസവും സാധ്യതയുള്ളതെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്കായിരിക്കണം ഈ സമയത്ത് നിൽക്കേണ്ടത് എന്നാണ് ഇപ്പോൾ പ്രധാനമായിട്ടും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശക്തമായ ജാഗ്രത നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളെയോ മറ്റ് വളർത്തുമൃഗങ്ങളെയോ മറ്റു മൃഗങ്ങളെയോ ഒന്നും കെട്ടാൻ പാടില്ല. സുരക്ഷിതമായ സങ്കേതങ്ങളിൽ ഈ മൃഗങ്ങളെയും സംരക്ഷിക്കണമെന്നുള്ള നിർദ്ദേശവും ഈ മുന്നറിയിപ്പിലുണ്ട്. എന്താണേലും ഇന്ന് മുതൽ 3 ദിവസത്തേന് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുണ്ട്. ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും 3 ദിവസം ഉണ്ടാകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ജ്യോതിഷാണ് വിവരങ്ങൾ നൽകിയത്.